ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. ഇത് നമ്മുടെ അയർലൻഡിൽ ഇപ്പോൾ 2020 ഫസ്റ്റ് സ്നോ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. സ്നോഫോൾ -2 വരെ രാവിലെ. ഇപ്പോൾ ദാ നല്ലോണം സ്നോ പെയ്ത് തുടങ്ങിയിട്ട്. ഇന്നലെ മിനിങ്ങാന്നൊക്കെ ഭയങ്കര തണുപ്പായിരുന്നു. ഇപ്പോൾ ദാ നല്ലോണം സ്നോ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. സ്നോമാനെ ഉണ്ടാക്കാൻ പറ്റിയ സമയമാണ്. എന്തിനാ ഇവിടെ ഫ്രിഡ്ജ്? അപ്പോൾ ഇപ്പോൾ എല്ലാവരും സ്നോ കണ്ടു കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു അടിപൊളി പുളിശ്ശേരി ഉണ്ടാക്കിയാലോ. അങ്ങനെ പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒരു ചെറിയ പൈനാപ്പിൾ എടുത്ത് ഇതുപോലെ സ്മോൾ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് നമ്മുടെ കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിനകത്താകുമ്പോൾ വേഗമാകും. അപ്പോൾ നമുക്ക് അരപ്പുണ്ടാക്കാനായിട്ട് ഒരു അരമുറി തേങ്ങ എടുത്ത് ചിരകിയതും 1 ടീസ്പൂൺ ജീരകവും 1 ടീസ്പൂൺ കടുകും പിന്നെ ഒരു 3-4 കഷ്ണം പച്ചമുളകും ഒരു 2 അല്ലി വെളുത്തുള്ളിയും കൂടെ എടുക്കുക. വെളുത്തുള്ളി ഓപ്ഷനിലാണ്, പക്ഷേ ഇത് പുളിശ്ശേരി ആയതുകൊണ്ടാണ് നമ്മൾ വെളുത്തുള്ളി ചേർക്കുന്നത്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൈനാപ്പിളിനകത്തേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് വെള്ളവും ചേർക്കണം. അത് വേവിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ 1 കപ്പ് വെള്ളമാണ് അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് അതിനകത്തേക്ക് കുറച്ച് ഉപ്പും ഇട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്ത് നമ്മൾ കുക്കറിനകത്ത് തന്നെ വേവിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ കുക്കറിനകത്ത് നമ്മൾ ഒരു 3-4 ഫിസിൽ കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ പൈനാപ്പിൾ നല്ല വെന്ത് റെഡിയായി കിട്ടും. അപ്പോൾ നമ്മൾ കുക്കറിനകത്ത് വെച്ച് ഇപ്പോൾ 3-4 ഫിസിൽ കേൾക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി ആ സമയത്തേക്ക് നമുക്ക് നമ്മുടെ അരപ്പെല്ലാം കൂടെ ഒന്ന് അരച്ചെടുത്താലോ. നമ്മുടെ തേങ്ങയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇനി താളിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് കടുകും കൂടി ഇട്ട് അത് നല്ല പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ചെറിയുള്ളി നിങ്ങൾ അരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക. ഇപ്പം എനിക്ക് ചെറിയുള്ളി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സവോള എടുത്തിട്ട് ചെറിയ സ്മോൾ പീസിലാക്കിയിട്ട് അതിനെ ഒന്ന് വഴറ്റാൻ വേണ്ടിയിട്ട് കൊടുത്തു. ഇനി കറിവേപ്പിലയും 2 വാറ്റൽമുളകും എല്ലാം കൂടെ ചേർത്ത് താളിക്കാൻ പാകത്തിന് നമുക്ക് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ മൂപ്പിക്കാനായിട്ട് നമ്മുടെ സാധനങ്ങളെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്തേക്ക് നമ്മുടെ കുക്കറിനകത്തിരിക്കുന്ന നമ്മുടെ പൈനാപ്പിൾ 4 ഫിസിൽ കേട്ട് കഴിഞ്ഞ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. കണ്ട നമ്മുടെ പൈനാപ്പിളെല്ലാം വെന്ത് റെഡി ആയിട്ടുണ്ട്. പക്ഷേ കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം ഒന്ന് വറ്റിക്കണം. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ കൂടെ നമ്മുടെ അരപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ വീണ്ടും തീയിൽ തന്നെ ചെറു തീയിലിട്ട് ആ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുകയാണ്. ഒത്തിരി വെള്ളം ഞാൻ വറ്റിക്കുന്നില്ല, കാരണം പുളിശ്ശേരി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒഴിച്ച് കഴിക്കാൻ പാകത്തിന് കുറച്ച് വെള്ളം വേണം. അപ്പോൾ ഒത്തിരി വെള്ളം വറ്റിക്കാതെ നമ്മൾ ആ അരപ്പൊക്കെ പച്ചച്ചവയൊക്കെ ഒന്ന് മാറത്തക്ക രീതിയിൽ ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം നമ്മുടെ തീ ഓഫ് ചെയ്തതിന് ശേഷം നല്ല അടിപൊളി കട്ട തൈര് 1 കപ്പ് തൈര് എടുത്തിട്ട് അതിനകത്തേക്ക് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾ ചെക്ക് ചെയ്യുക. എന്നിട്ട് നല്ലവണ്ണം കലക്കി എടുത്ത് വെച്ചതിന് ശേഷം നമ്മുടെ താളിക്കാൻ വെച്ചിരിക്കുന്ന സാധനങ്ങളൂടെ അതിന് മുകളിലേക്ക് ചേർത്ത് നമ്മൾ ഗാർണിഷ് ചെയ്ത് നല്ലോണം കലക്കി എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ അടിപൊളി പുളിശ്ശേരി ഇപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇനിയും തയ്യാറാക്കാത്തവർ ഇതുപോലെ പുളിശ്ശേരി ഒന്ന് തയ്യാറാക്കി നോക്കുക. നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി പുളിശ്ശേരി തന്നെയാണിത്.